The Real FM 103.6. ശ്രദ്ധ. ഇവിടെ വിദ്യാഭ്യാസ രംഗത്തുൾപ്പെടെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളാണ്, കാലഹരണപ്പെട്ട കോഴ്സുകളാണ്. ഞാൻ പഠിക്കുമ്പോൾ 90% മാർക്കുണ്ടെങ്കിൽ മാത്രം കിട്ടുന്ന ചില കോഴ്സുകൾ ഇപ്പോഴും പഠിപ്പിക്കുകയാണ്. ആ കോഴ്സുകൾ ഔട്ട്ഡേറ്റഡ് ആണ്. ഒരാവശ്യമില്ല, അത് പഠിച്ചു കഴിഞ്ഞാൽ ഒരു ജോലിയില്ല. അതുകൊണ്ടാണ് കുട്ടികൾ പുറത്തേക്ക് പോകുന്നത്. നമുക്ക് ലോകത്തിലെ തൊഴിൽ രംഗം മാറുന്നതനുസരിച്ച് ഉള്ള കറസ്പോണ്ടിങ് ആയിട്ടുള്ള കരിക്കുലം ചേഞ്ച് വേണം. നമുക്ക് പുതിയ കോഴ്സുകൾ ഉണ്ടാകണം. ലോകത്ത് എന്താണ് നടക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി അതനുസരിച്ചുള്ള കോഴ്സുകൾ ഉണ്ടാകണം. ഇന്ന് വളരെ വേഗത്തിലാണ് തൊഴിൽ മേഖല മാറുന്നത്. ഇന്നുണ്ടാകുന്നൊരു തൊഴിൽ 4 കൊല്ലം കഴിഞ്ഞാൽ ഇല്ല, അവിടെ ക്ലോസ്ഡ് ആവുകയാണ്. പക്ഷെ വേറൊരു സ്ഥലത്ത് വേറൊരു ഓപ്പണിംഗ് ഉണ്ടാവുകയാണ്. സ്കിൽഡായിട്ടുള്ള ഒരു വർക്കർക്ക് പെട്ടെന്ന് ജോലി ഇല്ലാതാവുകയാണ്. അയാളെ നമ്മൾ റീസ്കില്ല് ചെയ്ത് അതിനയക്കണം. ഇതാണ് ലോകത്തെ തൊഴിൽ രംഗം. ആ തൊഴിൽ രംഗത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് കരിക്കുലത്തിൽ ചേഞ്ച് വരുത്തണം. ബാക്കിയുള്ള തൊഴിൽ മേഖലകളിൽ അതിൻ്റെതായ മാറ്റങ്ങൾ വരുത്തുമ്പോഴാണ് നമ്മുടെ കുട്ടികൾക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്നത്. നമ്മുടെ നാട്ടിലും പുറത്തും അവർക്ക് തൊഴിലവസരം നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനത്തിനു മേലുള്ള നന്ദിപ്രമേയ ചർച്ചയ്ക്കിടെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറഞ്ഞ വാക്കുകളാണ് നാം കേട്ടത്. പുതിയ കാലത്തിനനുസരിച്ച് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗവും തൊഴിൽ വിദ്യാഭ്യാസ രംഗവും മാറേണ്ടതിൻ്റെ അനിവാര്യതയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. നമ്മുടെ പല സർവകലാശാലകളിലും ഇപ്പോഴും പിന്തുടർന്നു പോരുന്ന പരമ്പരാഗത കോഴ്സുകൾ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് തൊഴിൽ സാധ്യത പോലും വിരളമാണ് എന്നിരിക്കെ പുതുതലമുറ നൂതനമായ കോഴ്സുകൾ തേടി വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറുകയാണ്. ഏത് രീതിയിലാണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മാറ്റം കൊണ്ടുവരേണ്ടത്? ഓക്സ്ഫോർഡ്, കാംബ്രിഡ്ജ് എന്നീ സർവകലാശാലകളിൽ പഠനം പൂർത്തിയാക്കി ഇപ്പോൾ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ എഞ്ചിനീയറിംഗ് വിഭാഗം ടീച്ചിംഗ് റിസർച്ച് ഗ്രൂപ്പ് മേധാവിയായി പ്രവർത്തിക്കുന്ന വടകര സ്വദേശി ഡോക്ടർ നികിത ഹരി തന്റെ വിദേശ പഠന തൊഴിൽ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ നൽകുന്ന മാർഗനിർദ്ദേശങ്ങൾ കേൾക്കാം. ശ്രദ്ധയിൽ ആദ്യം. ഇന്ന് ലോകം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഇന്റലിജന്റ് റോബോട്ടിക്സ്, ക്വാണ്ടം ടെക്നോളജീസ് തുടങ്ങിയ സാങ്കേതിക വിദ്യകളിലൂടെ അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം പല സർവകലാശാലകളിലും കോഴ്സുകൾ ഇപ്പോഴും അറിവ് കൈമാറുന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഇന്നലെയുടെ ആവശ്യങ്ങൾക്കായി രൂപകൽപ്പന ചെയ്ത വിദ്യാഭ്യാസ സമ്പ്രദായം നാളെയുടെ സങ്കീർണമായ അവ്യക്തമായ ലോകത്തിനായി വിദ്യാർത്ഥികളെ തയ്യാറാക്കാൻ പര്യാപ്തമാകില്ല. ഈ ഒരു കാലഘട്ടത്തിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടത് വിവരങ്ങൾ മനഃപ്പാഠമാക്കുന്ന കഴിവല്ല, മറിച്ച് വിമർശനാത്മകമായ ചിന്ത, പ്രശ്നപരിഹാര ശേഷി, സർഗാത്മകത, ആശയവിനിമയത്തിനുള്ള കഴിവ് തുടങ്ങിയ കഴിവുകളൊക്കെയാണ്. അപ്പോൾ ഓക്സ്ഫോർഡിലും കേംബ്രിഡ്ജിലും ഒക്കെയുള്ള എന്റെ ആഗോള വിദ്യാഭ്യാസ അനുഭവങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ വിദ്യാഭ്യാസം കോണ്ടന്റ് ഡെലിവറി മാത്രമല്ല, മറിച്ച് ക്രിട്ടിക്കൽ എൻക്വയറിയാണ്. അധ്യാപകർ എല്ലാ ഉത്തരങ്ങളും നൽകുന്ന വ്യക്തികളല്ല, മറിച്ച് ശരിയായ ചോദ്യങ്ങൾ ചോദിക്കാൻ വിദ്യാർത്ഥിയെ പ്രേരിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. ട്യൂട്ടോറിയൽസ്, സൂപ്പർവിഷൻസ്, പ്രോബ്ലം ആൻഡ് ചാലഞ്ച് ബേസ്ഡ് ലേണിംഗ്, കേസ് സ്റ്റഡി ഡിസ്കഷൻസ്, ഗവേഷണാധിഷ്ഠിതമായ പഠനം എന്നിവയൊക്കെയാണ് ഇവിടെ പ്രാധാന്യം നൽകുന്നത്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസത്തിലും അതുപോലെ ഒരു മാറ്റം അനിവാര്യമാണ്. വിദ്യാർത്ഥികൾ വെറും പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം പഠിക്കാൻ വരുന്നവരാകരുത്. യഥാർത്ഥ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വിദ്യാഭ്യാസം അവരെ പ്രാപ്തരാക്കണം. അതിനായി ഇന്റർ ഡിസിപ്ലിനറി ലേണിംഗ് കൂടുതൽ ശക്തിപ്പെടുത്തണം. ഉദാഹരണത്തിന്, ഒരു മെഡിക്കൽ വിദ്യാർത്ഥി AI-യുടെ ഒരു ഫണ്ടമെന്റൽസ് അവർ പഠിക്കണം. ഒരു എഞ്ചിനീയർ എത്തിക്സും കമ്മ്യൂണിക്കേഷൻസും തീർച്ചയായും പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ ഒരു കൊമേഴ്സ് വിദ്യാർത്ഥി ഡാറ്റ അനലിറ്റിക്സിന്റെ ബേസിക്സ് മനസ്സിലാക്കണം. അതോടൊപ്പം ഭാവിയിലെ സർവകലാശാല കോഴ്സുകൾ കൂടുതൽ ഫ്ലെക്സിബിൾ ആയിരിക്കണം. വിദ്യാർത്ഥികൾക്ക് വിവിധ വിഷയങ്ങളിൽ നിന്ന് പഠിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകണം. ലോകത്തിലെ മികച്ച സർവകലാശാലകൾ ഇന്ന് മൈക്രോ ക്രെഡൻഷ്യൽസ്, സ്റ്റാക്കബിൾ കോഴ്സസ്, ലൈഫ് ലോങ് ലേണിംഗ് പാത്വേസ് എന്നിവയിലേക്കൊക്കെയാണ് നീങ്ങുന്നത്. ഒരു ഡിഗ്രി നേടിയാൽ പഠനം അവസാനിക്കുന്നു എന്ന സമീപനം ഇനി നിലനിൽക്കില്ല. നമ്മുടെ കുട്ടികളെ തുടർച്ചയായി അപ്സ്കിൽ ചെയ്യാനും റീസ്കിൽ ചെയ്യാനും ഒക്കെ നമ്മൾ പ്രാപ്തരാക്കണം. കേരളത്തിലെ സർവകലാശാലകളും വ്യവസായ മേഖലയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. ഇൻഡസ്ട്രി അക്കാഡമിയ കൊളാബറേഷൻ ഒരു ടിക്ക് ബോക്സ് എക്സസൈസോ ഒരു ആഡംബരമോ അല്ല, അതൊരു അത്യാവശ്യമാണ്.
വിദ്യാർത്ഥികൾ പഠിക്കുന്ന കാര്യങ്ങളും തൊഴിൽ വിപണിയുടെ ആവശ്യങ്ങളും തമ്മിൽ കൂടുതൽ ഇന്റഗ്രേഷൻ ഉണ്ടാകണം. പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് പോലെയുള്ള മേഖലയിൽ ഇൻഡസ്ട്രി ഇൻഫോംഡ് ഒരു കോ ക്രിയേറ്റഡ് കരിക്കുലം എന്നിവയൊക്കെ കൂടുതൽ ശക്തിപ്പെടുത്തണം. ഇന്റേൺഷിപ്സ്, ലൈവ് പ്രോജക്ട്സ്, ഇന്നോവേഷൻ ലാബ്സ് എന്നിവ വിദ്യാഭ്യാസത്തിന്റെ കേന്ദ്ര ഭാഗമാകണം. കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ വിദേശ പഠന കുടിയേറ്റത്തെക്കുറിച്ച് നാം വളരെ ഗൗരവമായി ഈ ഒരു അവസരത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. ലോകോത്തര സർവകലാശാലകളിൽ പഠിക്കാനും അസാധാരണമായ അക്കാഡമിക് അവസരങ്ങൾ തേടിയും പോകുന്നവർ എപ്പോഴും ഉണ്ടാകും. അതൊരു സ്വാഭാവികവും സ്വാഗതാർഹവുമായ പ്രവണതയാണ്. അതുപോലെ തന്നെ മെച്ചപ്പെട്ട ജീവിത നിലവാരവും സോഷ്യൽ മൊബിലിറ്റിക്കും ആഗോള തൊഴിൽ അവസരങ്ങൾക്കും വേണ്ടി പുറത്തു പോകുന്നവരും ഉണ്ടാകും. എന്നാൽ ഇന്ന് വലിയൊരു വിഭാഗം വിദ്യാർത്ഥികൾ പുറത്തേക്ക് പോകുന്നത് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സംവിധാനത്തിലെ പരിമിതികളും കാലാനുസൃതമായ കോഴ്സുകളുടെയും ഗുണമേന്മയുള്ള തൊഴിൽ അവസരങ്ങളുടെയും അഭാവവും മൂലമാണ്. അതുകൊണ്ട് വിദ്യാർത്ഥികളെ തടയുക എന്നതല്ല നമ്മുടെ ലക്ഷ്യമാക്കേണ്ടത്. ലോകോത്തര അവസരങ്ങൾ കേരളത്തിൽ തന്നെ സൃഷ്ടിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. തിയറി ക്ലാസുകളേക്കാൾ കൂടുതൽ പ്രാക്ടിക്കൽ ക്ലാസുകൾ കുട്ടികൾക്ക് കിട്ടുന്ന തരത്തിലുള്ള മാറ്റം നമ്മുടെ സിലബസിൽ വരേണ്ടതുണ്ട്. ഫ്രാൻസിലെ പാരീസ് ഒബ്സർവേറ്ററി സയന്റിസ്റ്റ് പ്രൊഫസർ അശ്വിൻ ശേഖർ. ഒരു ശാസ്ത്രജ്ഞൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള നമ്മുടെ ഫണ്ടമെന്റൽ സയൻസസ് തന്നെ നമ്മൾ ഇന്ന് കൊടുക്കുന്ന പല കോഴ്സസും പ്രാക്ടിക്കൽ ഇത് കുറവും തിയറി വളരെയധികം കുത്തി നിറച്ചിട്ടുള്ള ഒരു സിലബസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ അത് ഒരു കാലത്ത് കുഴപ്പമില്ലാതെ കുട്ടികളെ അബ്സോർബ് ചെയ്തിരുന്നു. പക്ഷെ ഇന്നത്തെ കുട്ടികൾക്ക് കൂടുതലും ആവശ്യം കൂടുതൽ പ്രാക്ടിക്കൽ വശങ്ങളും പിന്നെ ഇത്ര ഹെവി അല്ലാത്ത കുറച്ചും കൂടെ ഒരു പോപ്പുലർ സയൻസ് പോലെയൊക്കെ പറഞ്ഞു കൊടുക്കുന്ന രീതിയിലാണ് പലതും ചെയ്യേണ്ടത്. ഫിസിക്സിന്റെ തന്നെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഹാർഡ് കോർ തിയറിറ്റിക്കൽ ഫിസിക്സിന്റെ ഒരുപാട് ഡെപ്തിലേക്ക് മാത്രം പോകുന്നതിന് പകരം ഒരുപാട് പേർക്ക് താല്പര്യമുള്ള വിഷയമാണ് സ്പേസ് സയന്റിസ്റ്റ് ആവാനും ആസ്ട്രോനോട്ട് ആവാനും ഒക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ സ്പേസ് സയൻസിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള അതിൻ്റെതായ മൊഡ്യൂൾസ് ഉള്ള ഇത് ബാച്ചിലർ ലെവലിൽ തന്നെ തുടങ്ങണം. അല്ലാതെ PhD ലെവലില് മാത്രമേ ഒരാൾക്ക് സ്പേസ് സയൻസിലോ ന്യൂക്ലിയർ ഫിസിക്സിലോ ഒക്കെ സ്പെഷ്യലൈസ് ചെയ്യാൻ പറ്റൂ എന്ന് പറയുന്നത് തന്നെ ഇന്നത്തെ കുട്ടികൾക്ക് അതൊരു വല്ലാത്തൊരു പുട്ട് ഓഫ് ആയിരിക്കും. കാരണം 5-6 വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഏതെങ്കിലും ഒരു ഫീൽഡിൽ സ്പെഷ്യലൈസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതുവരെ നിങ്ങൾ എല്ലാം ജനറൽ ഫിസിക്സ് പഠിച്ചോളണം എന്ന് പറഞ്ഞു വെച്ചാൽ ഇന്നത്തെ കുട്ടികൾക്ക് അത് എളുപ്പമുള്ള കാര്യമല്ല. അവരുടെ അറ്റൻഷൻ സ്പാൻ അതിന് അനുവദിക്കൂല. അതിൽ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ലോകം ഇന്നൊരു വളരെ ഫാസ്റ്റ് പേസ്ഡ് രീതിയിലാണ് പോകുന്നത്. ഇന്ന് ഫോസിൽ ഫ്യൂവലും എനർജി ക്രൈസിസിന്റെ ഒക്കെ പ്രോബ്ലം ഉള്ള കാലത്ത് ഇതിന് ന്യൂക്ലിയർ എനർജിയാണ് ഏറ്റവും അധികം പ്രോമിസിംഗ് ആയിട്ട് ഭാവിയിലേക്ക് നിൽക്കുന്നത്. അപ്പൊ ന്യൂക്ലിയർ ഫിസിക്സ് അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് മാനേജ്മെന്റ്, അതേപോലെ ന്യൂക്ലിയർ വേസ്റ്റ് ഡിസ്പോസൽ, ഇതൊക്കെ ബാച്ചിലർ ലെവലിൽ തന്നെ നമ്മൾ കൊടുക്കേണ്ട ചില കോഴ്സസും കൊടുക്കേണ്ട ചില കാര്യങ്ങളുമാണ്. കാരണം രാജ്യത്തിന്റെ തന്നെ ജിയോ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റിക്കും ജിയോ പൊളിറ്റിക്കൽ പവറിനും ഒക്കെ ഏറ്റവും ആവശ്യമുള്ള കാര്യങ്ങളാണ് ഇന്ന് സ്പേസ് റേസും ന്യൂക്ലിയർ റേസും ഒക്കെ. കെമിസ്ട്രിയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഫാർമ കെമിസ്ട്രി, പെട്രോ കെമിസ്ട്രി എന്നുള്ളതും ഒക്കെ നമ്മൾ അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൽ തന്നെ നമുക്ക് തുടങ്ങാൻ പറ്റണം. അതിനാണ് ഇന്ന് ഏറ്റവും അധികം സ്കോപ്പ്. ബയോളജിയിൽ പറയുകയാണെങ്കിൽ ജീനോം എഡിറ്റിംഗ്, പല അസുഖങ്ങളും ഇല്ലാത്ത രീതിയിൽ എങ്ങനെ ഹ്യൂമൻ ജീനിനെ DNA തന്നെ മാറ്റാം എന്നുള്ളതിനെ കുറിച്ച്, അതേപോലെ ഹൈബ്രിഡ് സീഡ്സ്, പുതിയ രീതിയിലുള്ള ഫാമിംഗ്, ഇതൊക്കെ നമുക്ക് അണ്ടർ ഗ്രാജുവേറ്റ് ലെവലില് ഏതെങ്കിലും ഒരു രീതിയിൽ കുട്ടികൾക്ക് അത് പഠിക്കാവുന്ന രീതിയിൽ ഇതാക്കണം. അല്ലാതെ ഈ വകതെല്ലാം അഡ്വാൻസ്ഡ് PhD ലെവലിൽ മാത്രമേ നമ്മൾ പറഞ്ഞു കൊടുക്കൂ, എന്നാൽ മാത്രമേ ഇതില് ഇന്ററാക്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ എന്നുള്ളത് ധരിക്കുന്നത് തെറ്റാണ്. മാത്തമാറ്റിക്സിന്റെ കേസിൽ സ്റ്റോക്ക് ട്രേഡിംഗ്, ഫിനാൻഷ്യൽ അനലിറ്റിക്സും ഒക്കെ പഠിപ്പിക്കണം. ഇന്ന് കുട്ടികളെ ഏറ്റവും അധികം അവർക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ അതാണ്. ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവുക യങ് ഏജിൽ തന്നെ. അപ്പൊ അവർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ കുറിച്ചും അതിന്റെ സ്റ്റോക്ക് ട്രേഡിങ്ങിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളും ഒക്കെ മാത്തമാറ്റിക്കലി അതിനെ എങ്ങനെ എൻഹാൻസ് ചെയ്യാം എന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കണം. ഹിസ്റ്ററിയിൽ നമ്മുടെ പാഠപുസ്തകത്തിൽ നമ്മുടെ തന്നെ നാട്ടിലത്തെ ലെഗസിയും ഹിസ്റ്ററിയും കുട്ടികൾ അറിയേണ്ടതാണ്. അപ്പൊ അതിലും കാര്യമായിട്ടൊരു റീമോഡിഫിക്കേഷൻ ആവശ്യമാണ്. ഇന്നത്തെ കുട്ടികൾക്ക് പണ്ടത്തെ ഈ ഒരുപാട് ഫോർമൽ കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിന് പകരം ലൈഫ് സ്കിൽസ് കൊടുക്കാവുന്ന കാര്യങ്ങൾ, അതിനായിട്ട് തന്നെ ഒരു ഡിഫറെന്റ് ലെസൺ അല്ലെങ്കിൽ ഡിഫറെന്റ് കോഴ്സ് അല്ലെങ്കിൽ ഡിഫറെന്റ് പീരീഡ് നമ്മൾ സെറ്റ് ചെയ്യണം. ഒരുപാട് കാര്യങ്ങൾ മാറാനുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്നത്തെ ന്യൂജൻ കുട്ടികളുടെ ഭാഷ തന്നെ വളരെ ഡിഫറെന്റ് ആണ്. നമ്മുടെ തന്നെ പല ടെക്സ്റ്റ് ബുക്സും വളരെ പണ്ടത്തെ രീതിയിലുള്ള ഭാഷകളും പണ്ടത്തെ രീതിയിലുള്ള ഹൈറാർക്കിയും പ്രോട്ടോകോൾസും ഒരുപാട് രീതിയിലുള്ള ഫോർമാലിറ്റീസിലും ഒബ്സെസ്ഡ് ആണ്. അതിൽ നിന്ന് തന്നെ കാര്യമായ ഒരു മാറ്റം വരണം. അപ്പൊ ഇതില് ഏറ്റവും ആവശ്യം നമ്മുടെ സൈഡിൽ നിന്ന് തന്നെ ഒരു റീസ്കില്ലിങ്ങും ഒരു റീകാലിബ്രേഷനും റീതിങ്കിങ്ങും ആവശ്യം. പണ്ടത്തെ ക്ലാസിക്സും ചാൾസ് ഡാർവിനെ പോലെയും ഗ്രെഗർ മെന്റലിനെ പോലെ എഴുതിയിട്ടുള്ളവരുടെയും ഒക്കെ നമ്മൾ പഠിക്കണം. പക്ഷെ അതിനൊപ്പം തന്നെ ഇന്നത്തെ കുട്ടികൾക്ക് കൂടുതൽ എന്റർടൈനിങ് ആയിട്ടുള്ള ഇൻഫോർടൈൻമെന്റ് എന്നുള്ള രീതിയിലും
കുറച്ച് കാര്യങ്ങൾ ഒന്നിച്ച് പാക്കേജ് ചെയ്ത് കൊടുത്താൽ മാത്രമാണ് അവർ ഇതിലേക്ക് താല്പര്യം കാണിക്കൂ. എന്നാൽ മാത്രമേ നമുക്കൊരു പുതിയ തലമുറ ശാസ്ത്രജ്ഞരെയും ഗവേഷകരെയും പണ്ഡിതന്മാരും ഒക്കെ ഉണ്ടാക്കാൻ പറ്റൂ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ അതിവേഗ വളർച്ചയിലൂടെയാണ് നമ്മുടെ യുവതലമുറ കടന്നുപോകുന്നത്. ഇവിടെ പരമ്പരാഗത തൊഴിൽ രീതികളിൽ പലതും അപ്രത്യക്ഷമായിന്ന് വന്നേക്കാം. അതുകൊണ്ട് തന്നെ സാങ്കേതിക വൈദഗ്ധ്യം പ്രദാനം ചെയ്യുന്ന കോഴ്സുകൾ നമ്മുടെ വിദ്യാഭ്യാസ തൊഴിൽ രംഗത്ത് കടന്നു വരേണ്ടതുണ്ട്. പുതിയ സർക്കാരിൻ്റെ ആദ്യ നിയമസഭാ സമ്മേളനത്തിൽ ഇത്തരമൊരു വിഷയം മുഖ്യമന്ത്രി തന്നെ എടുത്തു പറഞ്ഞത് ഏറെ പ്രതീക്ഷയോടെയാണ് പുതുതലമുറ ഉറ്റുനോക്കുന്നത്. സർക്കാരിൻ്റെ വരാനിരിക്കുന്ന ബജറ്റിൽ പ്രത്യേക ഫണ്ട് കൂടി ഇതിനായി മാറ്റിവെക്കും എന്ന് നമുക്ക് കരുതാം. ശ്രദ്ധ തയ്യാറാക്കി അവതരിപ്പിച്ചത് സി ഉദയചന്ദ്രൻ. ആശയം നിർവഹണം ഫഹദ് റാസ. ശ്രദ്ധ.